ഡിസ്നിയുടെ ആനിമേറ്റഡ് സിനിമയായ ലയൺ കിങ് എന്ന സിനിമയുടെ പ്രീക്വലായിട്ട് വരുന്ന ചിത്രമാണ് മുഫാസ. ലയൺ കിങ് എന്ന സിനിമയിലെ സിംബ എന്ന ക്യാരക്ടറിൻ്റെ അച്ഛനായ മുഫാസയുടെ കഥയായിരിക്കും ഈ ഒരു സിനിമയിൽ നമ്മൾ കൂടുതലായിട്ട് കാണാൻ പോകുന്നത്. ഡിസംബർ 20 തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ഈ ഒരു സിനിമയുടെ ഹിന്ദി വെർഷനിൽ SRK ആയിരിക്കും മുഫാസ എന്ന ക്യാരക്ടറിന് വോയിസ് കൊടുക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ SRK മാത്രമല്ല, SRKയുടെ മക്കളായ ആര്യൻ ഖാൻ, അബ്രാം ഖാൻ എന്നിവരും മറ്റ് ക്യാരക്ടേഴ്സിന് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഇതിൽ ആര്യൻ ഖാൻ യങ് മുഫാസയുടെ വോയിസ് ആയിരിക്കും. അതുപോലെ അബ്രാം ഖാൻ ലിറ്റിൽ സിംബയുടെ വോയിസ് ആയിരിക്കും കൊടുക്കുന്നത്. ARM അജയൻ്റെ രണ്ടാം മോഷണം സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒഫീഷ്യൽ മോഷൻ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒരു മോഷൻ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു മോഷൻ പോസ്റ്ററിൽ റിലീസ് ഡേറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും സെപ്റ്റംബർ റിലീസാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം സെപ്റ്റംബർ 12-നാണ് ARM സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ റിലീസായിരിക്കും ARM. എന്തായാലും വലിയൊരു സ്ക്രീൻ കൗണ്ട് തന്നെ ARMന് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നാനിയുടെ സെരിപ്പോത്ത ശനിവാരം എന്ന സിനിമയുടെ ട്രെയിലർ നാളെ പുറത്തു വരും. SJ സൂര്യയാണ് സിനിമയിൽ വില്ലനായിട്ട് എത്തുന്നത്. നാനിയുടെ ഈ ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ ചിത്രം ഈ മാസം 29-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആസിഫ് അലിയുടെ പുതിയ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അനശ്വര രാജനും ആസിഫ് അലിയുമാണ് സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. രേഖാചിത്രം എന്നാണ് സിനിമയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. തലവന് ശേഷം വീണ്ടും ആസിഫ് അലി പോലീസ് വേഷം അണിയുന്ന ഒരു ചിത്രം കൂടിയാണ് രേഖാചിത്രം. അതുപോലെ പ്രീസ്റ്റിൻ്റെ ഡയറക്ടറായ ജോഫിൻ ടി ചാക്കോ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കാവ്യ ഫിലിംസും ആൻഡ് മീഡിയയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. ധനുഷിൻ്റെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ റായൻ സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഈ മാസം 30-ാം തീയതിയാണ് റായൻ സിനിമ OTT സ്ട്രീമിംഗ് തുടങ്ങുന്നത്. അതുപോലെ സിനിമ ഇപ്പോൾ 150 കോടി ക്ലബിലേക്ക് ഇടം നേടിയിട്ടുണ്ട്. ധനുഷിൻ്റെ കരിയറിൽ വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമാണ് റായൻ. ആസിഫ് അലിയുടെ ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായ തലവൻ സിനിമയുടെ OTT റിലീസും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സെപ്റ്റംബർ 12-ന് സോണി ലൈവിലൂടെ തലവൻ സിനിമ OTT സ്ട്രീമിംഗ് തുടങ്ങും. ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ലിറ്റിൽ ഹാർട്ട്സ് സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കങ്കുവ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ട്രെയിലർ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. സിരുത്തെ ശിവയുടെ മേക്കിങ്ങും റിച്ച് ഫ്രെയിംസും DSPയുടെ BGMഉം സൂര്യയുടെ പെർഫോമൻസും സിനിമയിൽ വില്ലനായിട്ട് എത്തുന്ന ബോബി ഡെയോൾ അടക്കം ട്രെയിലറിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ട്രൈബൽസ് തമ്മിലുള്ള യുദ്ധമായിരിക്കും സിനിമയുടെ പീരിയോഡിക് പോർഷൻസിലൊക്കെ കാണിക്കാൻ പോകുന്നത്. എന്തായാലും സിനിമയുടെ ആർട്ട് വിഭാഗമൊക്കെ 2 വർഷത്തോളം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാണ്. എന്തായാലും സിനിമയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പുറത്തു വന്ന ടീസറുകളിലും ട്രെയിലറിലടക്കം പീരിയോഡിക് പോർഷൻസ് ആണ് കാണിച്ചത്. സിനിമയുടെ പ്രസൻറ്റ് പോർഷൻസ് ഒന്നും ഇതുവരെയും സിനിമയുടെ ടീം റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് സിനിമയുടെ ഒരു റിലീസ് ട്രെയിലറും കൂടി പുറത്തു വരും. അതിലെന്തായാലും സിനിമയിലെ പ്രസൻറ്റ് പോർഷൻസും ഉണ്ടാവാം. കങ്കുവ 2 ഭാഗങ്ങളിൽ വരുന്ന ചിത്രമാണെന്ന് നമുക്കറിയാലോ. കങ്കുവ സിനിമയുടെ ക്ലൈമാക്സിൻ്റെ അവസാന ഭാഗത്ത് സിനിമയുടെ പാർട്ട് 2ൻ്റെ ലീഡ് കൊടുക്കുമെന്ന് സിനിമയുടെ പ്രൊഡ്യൂസർ അടക്കം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാർട്ട് 2ന് ലീഡ് കൊടുക്കുന്ന തരത്തിൽ ഈ ഒരു ട്രെയിലറിൽ തന്നെ ഒരു ബ്ലർ ഷോട്ടിൽ ഒരാളെ കാണിക്കുന്നുണ്ട്. കാർത്തി സിനിമയിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്ന് റൂമറുകൾ വന്നിരുന്നു. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ ശരിയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോൾ ചെയ്തുകൊണ്ട് പാർട്ട് 2-ൽ വില്ലനായിട്ടായിരിക്കാം ചിലപ്പോൾ കാർത്തി എത്തുന്നത്. എന്തായാലും കങ്കുവ സിനിമ ഒക്ടോബർ 10-ന് 3Dയിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ഒരുപാട് ഭാഷകളിലായിരിക്കും സിനിമയുടെ റിലീസ്. കണ്ടൻറ്റ് കൊണ്ടും ബജറ്റ് കൊണ്ടും സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണ് കങ്കുവ. എന്തായാലും കങ്കുവ തിയേറ്ററുകളിലെത്തി വലിയൊരു വിജയമായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.